നമസ്കാരം. വചനസമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 12-ാം തിരുവചനം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതാകുന്നു എൻ്റെ കൽപ്പന. യേശു നമ്മളോട് മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നും പരസ്പരം സ്നേഹിക്കണം, അതായത് ഏറ്റവും വലിയ കൽപ്പന നിങ്ങൾ എന്നെപ്പോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാകുന്നു എന്ന് നമ്മോട് പറയാതെ പറയുന്ന ഒരു സന്ദർഭമാണിത്. ഞാൻ നിങ്ങളെ എപ്രകാരമാണോ സ്നേഹിച്ചത്, അതായത് ഈ ലോകത്തിനു വേണ്ടി സ്വന്തം ജീവനെ പോലും ബലി നൽകി ഒരു ഗുരുനാഥൻ എങ്ങനെയാണോ സ്നേഹിച്ചത്, അതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കുവാൻ അവൻ നമ്മെ പഠിപ്പിക്കുന്നു. കളങ്കമില്ലാത്ത സ്നേഹത്തിലൂടെ മാത്രമേ നന്മയായതൊക്കെയും ജീവിതത്തിൽ നേടാനാകൂ, അത് ബന്ധങ്ങളായാലും നേട്ടങ്ങളായാലും വിജയങ്ങളായാലും എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തെ മുഴുവനും സ്നേഹിക്കുവാനും അതേ കണ്ണോടുകൂടി ലോകത്തെ ദർശിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് ഇതിലൂടെ പഠിക്കാം. വചന സമീക്ഷയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന വിവാദങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുമ്പോഴും അതിനേക്കാളൊക്കെ ഉപരിയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്കിന്ന് പരിചയപ്പെടാം. അരുണിമ സിൻഹ. ഇന്ത്യയുടെ തന്നെ വോളിബോൾ പ്ലെയർ ഗ്രൂപ്പിൽ ഏറ്റവും തലയെടുപ്പോടെ നിന്ന ഒരു പെൺകുട്ടി. അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച പല സന്ദർഭങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും ആ പെൺകുട്ടി കടന്നുപോയിട്ടും അവളുടെ ദിശാബോധം തെറ്റാതെ സമനില നഷ്ടപ്പെടാതെ അവൾ നേടിയെടുത്ത ജീവിത വിജയത്തിൻ്റെ കഥ നമുക്കൊന്ന് കേൾക്കാം. സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി ഗ്രാമത്തിൽ നിന്നും ഏറെ പ്രതീക്ഷകളോടെ സ്വപ്നങ്ങളോടെ ഇന്ത്യയുടെ തന്നെ നാഷണൽ വോളിബോൾ ടീമിലേക്ക് വരികയാണ്. അങ്ങനെ പേരെടുത്ത് നിന്ന സമയത്ത് അവളിലെ കളിക്കാരി അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് വുമൺ ഉണർന്നു നിന്ന സമയത്തായിരുന്നു അവളുടെ ജീവിതത്തെ തകർത്തുകൊണ്ടുള്ള ഒരു ആക്രമണം നടന്നത്. ഒരു രാത്രിയിൽ ട്രെയിനിലിരുന്ന് അവൾ യാത്ര ചെയ്യുകയാണ്. സ്പോർട്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ വോളിബോൾ കളിക്കുവാനായി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാൽ അതേസമയം കുറേ കവർച്ചക്കാർ ആ ട്രെയിനിൽ അതിക്രമിച്ചു കടക്കുകയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി പേരുടെ ആ ട്രെയിനിലുണ്ടായിരുന്ന പകുതിയിലേറെ പേരുടെ സാധനങ്ങൾ കൈവശമാക്കുകയും ചെയ്തു. ഇവളുടെ അടുത്തേക്ക് പാഞ്ഞ് അവരെത്തിയപ്പോഴേക്കും ഇവൾ തിരിച്ചൊരു പ്രഹരം ഏൽപ്പിച്ചിരുന്നു. എന്തായിരിക്കും അവൾ നൽകിയ ആ പ്രഹരത്തിനുള്ള സവിശേഷത? എങ്ങനെയായിരിക്കാം അവളുടെ ജീവിതം അവിടെ നിന്നും മാറുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നും തകിടം മറിയുന്നത് എന്നുള്ള വിശേഷങ്ങളിലേക്ക്, കഥയിലേക്ക്, ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ജോബിൻ. എവിടെ നിന്ന് വിളിക്കുന്നു? കാട്ടാക്കട. ജോബിൻ എന്ത് ചെയ്യുവാ? പഠിക്കുന്നു. ഓക്കെ. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇനി 10th-ലാണോ? ഓക്കെ. ക്ലാസ് ഒക്കെ തുടങ്ങിയോ? വെക്കേഷൻ ക്ലാസ് ഒക്കെ? ഓക്കെ. അപ്പോ കാത്തിരുന്ന് അല്ലെങ്കിൽ ഇത്രയും നാൾ പഠിച്ചതിന്റെ ഒക്കെ ഏറ്റവും നല്ല ഫലം കാണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡിലോട്ട് എത്തിയിട്ടുണ്ടല്ലേ 10th-ല്? നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനുള്ളതാ. ഓക്കെ. ജോബിൻ, VBS ഒക്കെ കഴിഞ്ഞായിരുന്നോ? ഓക്കെ. എല്ലാ ദിവസവും പോയോ പള്ളിയില്? ഓക്കെ. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ജോബിന്റെ? പപ്പ, അമ്മ, അനിയത്തി, പിന്നെ. ഓക്കെ. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ. ജോബിനെ, അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് ബൈബിളുമായിട്ട് റിലേറ്റ് ചെയ്ത്. പറയാൻ റെഡി അല്ലേ? ഓക്കെ. അപ്പം ജോബിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആർക്ക് വേണ്ടി പക്ഷാവാദം ചെയ്യുവാനാണ് യേശു സദാ ജീവിക്കുന്നത്? താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. ഉറപ്പാണ്? വായിച്ചിട്ടുണ്ടോ ഇത്? ഓക്കെ, വായിച്ചിട്ടുണ്ട്. ബൈബിൾ ക്വിസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഗുണമായിരിക്കും. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനാണ് യേശു സദാ ജീവിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ ജോബിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. ആരെ? അതായത്
അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. ആരെ പൂർണ്ണമായി രക്ഷിക്കുവാനാണ് ആര് പ്രാപ്തനാകുന്നത്? യേശു താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവരെ. സംശയമുണ്ടോ? ഇല്ല. ഇല്ല, ഉറപ്പിച്ചു ലോക്ക് ചെയ്തേ. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ശരി ഉത്തരം ഇതാണ്. യേശു താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്തവരെ, അങ്ങനെയുള്ളവരെ പൂർണ്ണമായി രക്ഷിക്കുവാനാണ് യേശു പ്രാപ്തനാകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപേ ചോദിക്കട്ടെ, ജോബിന് പാട്ടൊക്കെ പാടോ? ഇല്ല. എന്നാ പിന്നെ പാട്ട് പാടിയില്ലേ സാരില്ല, നമുക്ക് വേണ്ടിട്ട് ഒരു വചനം പറയാവോ? ഏതെങ്കിലും അറിയാവുന്ന ഇഷ്ടപ്പെട്ട വചനം ഉറക്കെ പറയാവോ ജോബിനെ? നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആ വചനം ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ടാണ് അത്രയും വിശ്വസിക്കുന്നത് അല്ലേ ഈശോയില്? എന്നിട്ട് ഈശോയുടെ മഹത്വം കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്, ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടല്ലേ? അപ്പൊ ദൈവാനുഗ്രഹത്തിൽ ഇതേപോലെ തുടരുക, വളരുക, എന്നും പള്ളിയിലൊക്കെ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. 10ാം ക്ലാസ് ഒക്കെയാണ്, നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം കടക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറയുവാൻ എന്തൊക്കെ പ്രത്യേകതകളാണ് അവനുള്ളത്? പവിത്രൻ, നിർദോഷി, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നു. ഏതെങ്കിലും ഒരു വാക്ക് സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. കാരണം അത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒത്തിരി ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു, അത്രയും കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടും കൂടി തന്നെ പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്, ശരി ഉത്തരമാണ് കേട്ടോ. അപ്പോ യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറയുവാനുള്ള പ്രത്യേകതകൾ, എന്തൊക്കെ പ്രത്യേകതകൾ അവനുള്ളത്? പവിത്രൻ, നിർദോഷി, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇത്രയും ഉത്തരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു. ഇതേ അടുക്കും ചിട്ടയോടുകൂടി പഠനത്തിലും മുന്നേറുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ജോബിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മഹാപുരോഹിതന്മാരുടെ യാഗാർപ്പണം എങ്ങനെയാണ്? ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കും ദിനംപ്രതി യാഗം അർപ്പിക്കുന്നു. ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. മഹാപുരോഹിതന്മാരുടെ യാഗാർപ്പണം എങ്ങനെയാണ്? ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കും ദിനംപ്രതി യാഗം അർപ്പിക്കുന്നു. ഇതാണ് മഹാപുരോഹിതന്മാരുടെ യാഗാർപ്പണം. ഹാപ്പി ആയില്ലേ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയപ്പോ? ഓക്കെ, അപ്പോ ജോബിൻ തുടർന്നും വചന സമീക്ഷയിലേക്ക് വിളിക്കുക കേട്ടോ. അത് മാത്രമല്ല, നന്നായിട്ട് പഠിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാം. ഓക്കെ ജോബിൻ, താങ്ക് യു. ജോബിനായിരുന്നു നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ ജോബിന് വേണ്ടിയിട്ട് പഠന മേഖലകളെയൊക്കെ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കും ഓർക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. ആ കുഞ്ഞിനും കുടുംബത്തിനും വേണ്ടി നമുക്ക് വചന സമീക്ഷയ്ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയ കഥ അരുണിമ സിൻഹയുടേതായിരുന്നു. ട്രെയിനിലേക്ക് ഇരച്ചു കയറിയ കുറച്ച് കവർച്ചക്കാരുടെ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മൾ അവസാനിപ്പിച്ച് നിർത്തിയത്. അങ്ങനെ ഇവളുടെ അടുത്തേക്ക് കടന്നു വന്ന് ഇവളുടെ താലിമാലയിലേക്ക് പിടിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിനെ കവർച്ച നടത്തുവാനായിട്ടുള്ള ശ്രമം നടന്നപ്പോൾ ഇവൾ തിരിച്ചവരെ ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ അടിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിൽ ദേഷ്യം പ്രകടിപ്പിച്ച ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു കവർച്ചക്കാരൻ ഒരു പ്രത്യേകമായ വിധത്തിലുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഒപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വികൃതമായ ശബ്ദം, ആ ശബ്ദം കേട്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റു കമ്പാർട്ട്മെൻറ്റുകളിൽ ഉണ്ടായിരുന്ന കവർച്ചക്കാർ ഒക്കെയും ഓടി ഈ സ്ഥലത്തേക്ക്, പ്രശ്നം നടന്ന സ്ഥലത്തേക്ക് വരികയാണ്. ഇവിടെ പോർക്കോഴികളെ പോലെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയും അവൾക്ക് എതിർവശം നിൽക്കുന്ന ആയുധധാരിയായിട്ടുള്ള കവർച്ചക്കാരനും. ഒടുവിൽ പിടിയും വലിയുമായി ഇവളുടെ മാല പൊട്ടിക്കുവാനും ഈ പെൺകുട്ടിയോടുള്ള വൈരാഗ്യവും ദേഷ്യവും കൊണ്ട് അവളെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ആ വാതിലിലൂടെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അത്രയും വേഗത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ട്രെയിനിൽ നിന്നും മറ്റൊരു ട്രാക്കിലേക്ക് അത്രയും വേഗത്തിൽ ഒരു മനുഷ്യ ശരീരം വന്ന് വീഴുക എന്നത് തന്നെ വളരെ ദുസ്സഹനീയമായ ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തായിരിക്കും രാത്രി സംഭവിച്ചിട്ടുണ്ടാവുക? അതും ഇരുട്ടുകൂടിയാണ്, കുറ്റാക്കൂരിരുട്ട്. അവളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ? സഹായിക്കാൻ ആരെങ്കിലും ഓടി എത്തിയിട്ടുണ്ടാകുമോ?
അതോ അവിടെ കിടന്നായിരിക്കുമോ അരുണിമ സിൻഹ എന്ന, അല്ലെങ്കിൽ ഈ ലോകം തന്നെ പിന്നീട് കണ്ടത്, അല്ലെങ്കിൽ അതിനു മുൻപേ കണ്ട ഇന്ത്യയുടെ തന്നെ ഏറ്റവും നല്ല ഒരു സ്പോർട്സ് ഗേൾ ആയിട്ടുള്ള ആ പെൺകുട്ടിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപേ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്റെ പേര് സന്തോഷ് കുമാർ. സന്തോഷ് അങ്കിൾ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ തിരുവനന്തപുരം മുള്ളോടേക്ക് അടുത്ത്. തിരുവനന്തപുരം. ഓക്കെ ഓക്കെ. അങ്കിൾ വർക്ക് ചെയ്യുവാണോ? അല്ല, ഞാൻ ഒരു ലളിതമായ ഒരു സുവിശേഷമാണ്. ഓക്കെ, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് കേട്ടത് തന്നെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അങ്കിൾ? വീട്ടില് വൈഫുണ്ട്, 2 മക്കളുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞ് അവർ ഫാമിലിയായി താമസിക്കുന്നു. ഓക്കെ മോൾ ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ സന്തുഷ്ട കുടുംബമാണ്. ദൈവകൃപയാണ്. ഓക്കെ അങ്കിൾ. ഓക്കെ. അപ്പൊ അങ്കിളെ, വചന സമീക്ഷ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക. അതെ. അപ്പോൾ അങ്കിളിന് 4 ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം, അതിനുശേഷം വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ അങ്കിൾ. അങ്കിളിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആദ്യ ഉടമ്പടിയിലും ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? ആദ്യ ഉടമ്പടി. അങ്കിളെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? വ്യക്തമായോ? ആദ്യ ഉടമ്പടിയിലും ഉണ്ടായിരുന്നത് എന്തൊക്കെ ആയിരുന്നു? ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും. ഓക്കെ. സന്തോഷമായോ ആദ്യത്തെ ചോദ്യം പറയാൻ പറ്റിയപ്പോ? സന്തോഷമായി. ചോദിച്ചപ്പോഴും പറഞ്ഞപ്പോഴും സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയുള്ള 3 ചോദ്യങ്ങളും ഇതിനേക്കാളും സന്തോഷം തരുന്നതാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്കിളിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിർമ്മിച്ച കൂടാരത്തിന്റെ ആദ്യ ഭാഗത്ത് ഉണ്ടായിരുന്നത് എന്തെല്ലാമായിരുന്നു? മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. നിലവിളക്കും. ലാസ്റ്റ് പറഞ്ഞ എന്താ? നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. വചനത്തിൽ പറയുന്ന അതേ ഓർഡറിൽ തന്നെയാണ് അങ്കിളും പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ഇതാണ്: നിലവിളക്ക്, മേശ, കാഴ്ചയപ്പം. ഓക്കെ അങ്കിൾ. അവിടെ മഴയൊക്കെ ഉണ്ടോ? വെള്ളറട നല്ല മഴ ഇന്നും ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം നടക്കുമ്പോഴും. ഓക്കെ ഓക്കെ. നമ്മുടെ പ്രോഗ്രാമിൽ വിളിക്കുന്ന എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തും ഇതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഒത്തിരി പേർക്ക് അത് വേനലിന്റെ ആശ്വാസമാണെങ്കിൽ കുറേ പേർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും പിടിച്ചു നിൽക്കാനൊക്കെ ഉള്ള ഒരു കെൽപ്പ് ഈശോ കൊടുക്കട്ടെ എന്ന്. ഓക്കെ അങ്കിൾ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. അങ്കിളിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നിലവിളക്ക്, മേശ, കാഴ്ചയപ്പം ഇവ ഉണ്ടായിരുന്ന ആദ്യ ഭാഗത്തിന്റെ പേരെന്തായിരുന്നു? എവിടെയായിരുന്നു? അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു ചോദിച്ചത്. അതില് സംശയമൊന്നുമില്ല. അങ്കിളിനും സംശയമില്ല. അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ശരി ഉത്തരമാണ്. ഉത്തരം ഇതാണ്: നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്ന ആദ്യ ഭാഗത്തിന്റെ പേര് വിശുദ്ധ സ്ഥലം. ഓക്കെ. ഇപ്പൊ സന്തോഷമായില്ലേ? കുറച്ചുകൂടി എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം പറയാൻ പറ്റിയില്ലേ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അതുകൂടി പറഞ്ഞാലേ നല്ല സന്തോഷമാവും. അപ്പൊ അതിപ്പോ ഞാൻ ചോദിക്കുമ്പോ അതിനുശേഷം നമുക്ക് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ വീട്ടിൽ തുടങ്ങാം. ഓക്കെ. നാലാമത്തെ ചോദ്യം ഇതാണ്: അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന കൂടാരം ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? കൂടാരം തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നു അതിവിശുദ്ധ സ്ഥലം. എത്രാമത്തെ തിരശ്ശീലയ്ക്ക് പിന്നിലാ? കേട്ടില്ല. എത്രാമത്തെ തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നു? വചനത്തിൽ അത് പറയുന്നുണ്ട്. 2ാം തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിവിശുദ്ധ സ്ഥലം. ഇപ്പൊ സന്തോഷമായി. അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന കൂടാരം ഉണ്ടായിരുന്നത് 2ാം തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ട് സന്തോഷമായി. 100% ചാർജായി. 100% ചാർജായി. നല്ല സന്തോഷമായി. ഇനി ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചാലും പറയാൻ പറ്റുമല്ലേ?
പറ്റുമായിരിക്കും. ചോദിക്കുന്ന രീതി അനുസരിച്ച് അറിയാം. 100% പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇന്നത്തെ 100% കഴിഞ്ഞു. അപ്പൊ അങ്കിള് ഇനി ഒരു കാര്യം ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങളിലും വിളിക്കുക, ഇതേ 100% സെഞ്ചുറി അടിച്ച് നമുക്ക് പോകണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുമല്ലേ? എല്ലാരും സന്തോഷമായിരിക്കുന്നു. ഓക്കെ. അപ്പൊ അങ്കിളെ ഭയങ്കര സന്തോഷം, അങ്കിളെ വിളിച്ചപ്പോൾ നല്ല ഭയങ്കര കാമായിട്ടുള്ള വോയിസ് ആണ്. നമുക്കും കേൾക്കുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നൊരു ശബ്ദം. താങ്ക് യു അനുഗ്രഹിക്കട്ടെ. ഓക്കെ അങ്കിളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ, ഞങ്ങളും പ്രാർത്ഥിക്കാം. തീർച്ചയായും. ഓക്കെ. താങ്ക് യു അങ്കിൾ, താങ്ക് യു. തിരുവനന്തപുരത്തെ വെള്ളറടയിൽ നിന്നുമുള്ള സന്തോഷ് കുമാർ അങ്കിളായിരുന്നു നമ്മളെ വിളിച്ചത്. വളരെ നല്ല രീതിക്ക് അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള രീതിക്ക് ഉത്തരങ്ങൾ പറയുകയും നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്കിളിനും അങ്ങളുടെ കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു സുവിശേഷ പ്രഘോഷണം നടത്തുന്ന വലിയൊരു ക്രിസ്തുവിൻ്റെ സാക്ഷിയും പിൻഗാമിയും ഒക്കെ കൂടിയാണ്. അപ്പം അതിനുവേണ്ടി ആ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയ കഥ അരുണിമ സിൻഹയുടേതായിരുന്നു. ട്രാക്കിലേക്ക് കിടക്കുന്ന പെൺകുട്ടിയെ തിരിച്ചറിയാനാകാത്ത വിധം കിടന്ന രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവളുടെ അടുത്തേക്ക് അവൾ കിടക്കുന്ന ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ കടന്നു വരികയാണ് ഉണ്ടായത്. ആ ട്രെയിൻ അവൾ പലപ്പോഴായിട്ട് വേദന കൊണ്ട് ഞരങ്ങുമ്പോഴും കൈ ഒടിഞ്ഞു തൂങ്ങിയ അവസരത്തിലാണെങ്കിൽ പോലും കാല് വലിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൾക്ക് അതിനെ കൊണ്ട് സാധിച്ചില്ല. ആ ട്രെയിൻ അവളുടെ കാലിലൂടെ കയറി ഇറങ്ങിപ്പോയി. ഒരു കാൽ നഷ്ടമായി. രക്തത്തിൽ കുളിച്ച് ഇരു കൈകളും ഒടിഞ്ഞു തൂങ്ങി ആ പെൺകുട്ടി ആ പ്ലാറ്റ്ഫോമിൽ ആ ഒരു ട്രാക്കിൽ കിടക്കുകയാണ്. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അതുവഴി പോയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് നോക്കുന്ന ഒരു ജോലിക്കാരൻ ഒരു പെൺകുട്ടിയുടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. കരയുന്ന ശബ്ദം, ഏങ്ങിക്കരയുന്ന തേങ്ങലിൻ്റെ ശബ്ദം. ഇത് കേട്ട് അയാൾ ടോർച്ചടിച്ച് വന്ന് നോക്കുമ്പോൾ പെണ്ണാണോ ആണാണോ എന്നറിയില്ല, പക്ഷേ ഒരു രൂപം രക്തത്തിൽ കുളിച്ച് അത്രമാത്രം കാല് നഷ്ടപ്പെട്ട് അത്രമാത്രം വേദനയോടുകൂടി കരയുന്ന ഒരു രംഗമാണ് മുന്നിൽ കണ്ടത്. ഉടനെ തന്നെ അയാൾ പ്ലാറ്റ്ഫോമിൽ വിവരം അറിയിച്ചു. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പോലും അവൾ ആരാണെന്നോ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഒരു വനിതയാണെന്നോ ഒന്നും തിരിച്ചറിയുവാനാകാത്ത വിധം അത്രമാത്രം രക്തത്തിൽ കുളിച്ച ഒരു സ്ത്രീരൂപം. പിന്നെയോ അവളെ തിരിച്ചറിഞ്ഞത് അവളുടെ കൈവശമുണ്ടായിരുന്ന ID കാർഡ് കണ്ടിട്ടാണ് അവർ പോലും മനസ്സിലാക്കിയത് രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന്. പിന്നെ ഉടനടിയായി എത്രയും വേഗത്തിലായി അവളുടെ ചികിത്സ. എന്നിരുന്നാലും വലതുകാൽ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, മാനസികമായി തളർന്ന ഒരു പെൺകുട്ടി, വീട്ടുകാരും ഒപ്പം നിന്നുവെങ്കിലും അവളുടെ ഭർത്താവിനെ പോലും നഷ്ടപ്പെടുമോ എന്നുള്ള സാഹചര്യത്തിലേക്ക് കടന്നു പോകേണ്ടി വന്ന ഒരു പെൺകുട്ടി, മരണത്തെപ്പറ്റി ചിന്തിച്ച ഒരു പെൺകുട്ടി, സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുവാനായി ബ്ലേഡ് അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി ആശുപത്രി കിടക്കയിൽ തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി പിന്നെ എങ്ങനെയാകാം ഈ സാഹചര്യത്തെ അതിജീവിച്ചത്? ലോകം അറിയുന്ന അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിനെ കീഴടക്കിയ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ആംബ്യൂട്ടി വനിതയായി അവൾ എങ്ങനെയാണ് മാറിയത് എന്നുള്ള കഥയിലേക്ക്, ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഡോണ. ഡോണ, എവിടെ നിന്ന് വിളിക്കുന്നു? പഴയ ഉച്ചക്കട. പഴയ ഉച്ചക്കട. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഡോണ എന്ത് ചെയ്യുവാ? പഠിക്കുവാണോ, ജോലി ചെയ്യുവാണോ, എന്ത് ചെയ്യുവാ? ഞാൻ പഠിക്കുന്നു. അടുത്ത് ഇനി +2. ഇനി +2ലേക്ക്. അതെ അതെ. +1ന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുവാ. എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? കുഴപ്പമില്ല. എല്ലാത്തിനും A+ ആണോ? പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കും. നമുക്കും പറയണം, വചന സമീക്ഷയിലേക്ക് വിളിച്ച് നമ്മുടെ ഡോണക്കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് ഞങ്ങൾക്കും പറയണം. ഓക്കെ. ഇപ്പൊ +2ന്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയോ? വെക്കേഷൻ ക്ലാസ്? ട്യൂഷൻ തുടങ്ങി, സ്കൂളിൽ തുടങ്ങിയില്ല. ഓക്കെ. അപ്പൊ ഡോണ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ പപ്പ, മമ്മി, ചേച്ചി. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? ഹാപ്പി? ഹാപ്പി. ഓക്കെ. അപ്പൊ നമ്മുടെ വചന സമീക്ഷ എല്ലാ ദിവസവും കാണാറുണ്ടോ? കാണാറുണ്ട്, ഫ്രീ ആയിട്ടുള്ളപ്പോ കാണാറുണ്ട്. ഓക്കെ, കാണുക. ഇനിയും വിളിക്കണം കേട്ടോ. ഡോണയെ പോലെയൊക്കെ ഉള്ള കുഞ്ഞു കുട്ടികളെ വിളിക്കുമ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര പ്രചോദനമാവും. ഇതുപോലെ ഡോണയെ പോലെ കേൾക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരും വിളിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ഓക്കെ. അപ്പൊ ഡോണക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല ആര്? നമുക്കുള്ള മഹാപുരോഹിതൻ. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തു. ഓക്കെ, ലോക്ക് ചെയ്തു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമുക്ക് ഉത്തരം ഇതാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ. ഓക്കെ, സന്തോഷമായല്ലോ? സന്തോഷായി. ഓക്കെ. ഡോണ പാട്ട് പാടുവോ?
പാട്ട് ഇപ്പം പാടായി തൊണ്ടായിട്ട് വേദന എടുക്കുന്നു. വെറുതെ അല്ല, വെക്കേഷനൊക്കെ അല്ലേ, ഫുള്ള് പുറത്ത് കളിയും മഴയത്ത് കളിയൊക്കെ ആയിരിക്കും. ആ അതന്നെ. അത് തന്നെ സൗണ്ടിൽ നിന്ന് മനസ്സിലായി. ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ പാട്ട് പാടി തരണം കേട്ടോ. ആ പാടാം. ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാവോ? ഇഷ്ടപ്പെട്ട ഒരു വാക്യം ഏതെങ്കിലും മതി. യഹോവയുടെ ഇടയനാകുന്നു. യഹോവയുടെ ഇടയനാകുന്നു. യെസ്, അത് മതി. ഇഷ്ടമാണല്ലോ ആ വചനം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുക കേട്ടോ. വചനം ചൊല്ലിക്കൊണ്ട് നടക്കുക. യഹോവയുടെ ഇടയനാകുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ ബലഹീനതകൾ എല്ലാം മനസ്സിലാക്കുവാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട്. ബൈബിളൊക്കെ നന്നായിട്ട് വായിക്കാറുണ്ട് അല്ലേ ഡോണ? വായിക്കാറുണ്ട്. ഉത്തരം വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായി. എന്തായാലും ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ ആയതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മുടെ എല്ലാ ബലഹീനതകളും മനസ്സിലാക്കുവാൻ അവന് സാധിക്കുമെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പോകാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ ആരാണ്? യേശുക്രിസ്തു. ലോക്ക് ചെയ്തു, ഇനി മാറ്റാൻ പറ്റില്ല. മാറ്റിയിട്ടും കാര്യമില്ല, കാരണം അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, ഇപ്പൊ 3 ക്വസ്റ്റ്യൻസിന് ഉത്തരം പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായില്ലേ? സന്തോഷമായി. അപ്പൊ നാലാമത്തതും കൂടി ചോദിച്ചിട്ട് സന്തോഷം നമുക്കങ്ങ് പൂർത്തിയാക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്: ഏത് വിധത്തിൽ കൃപാസനത്തിന് അടുത്ത് ചെല്ലാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ധൈര്യത്തോടെ. +1 പരീക്ഷ ധൈര്യത്തോടെ എഴുതിയതുപോലെയാണോ? അതെ അതെ. അതെ അതെ, അപ്പൊ ഉറപ്പിച്ചോ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഏത് വിധത്തിലാണ് കൃപാസനത്തിന് അടുത്ത് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ധൈര്യത്തോടെ. ഓക്കെ, അപ്പൊ ഡോണക്കുട്ടി 4 എണ്ണത്തിനും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ 4 ചോദ്യത്തിൽ ഇപ്പൊ A+ കിട്ടിയിട്ടുണ്ട്. അതുപോലെ +1 +2 കിട്ടട്ടെ. ഇനി കിട്ടിയില്ലെങ്കിലും വിഷമിക്കൊന്നും ചെയ്യരുത്. നമുക്ക് പഠിക്കാൻ ഇനിയും സാഹചര്യങ്ങൾ, ഒരുപാട് അവസരങ്ങളുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ വചന സമീക്ഷയിലേക്ക് ഇനിയും വിളിക്കുക കേട്ടോ. വീട്ടുകാരോടെല്ലാം അന്വേഷണം പറയാ. പറയാം. ഓക്കെ മോളെ, ശരി. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഡോണയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി +2 കടക്കുന്ന ഒരു വിദ്യാർത്ഥിനി. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പഠന മേഖലകളെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയ കഥ അരുണിമ സിൻഹയുടേതായിരുന്നു. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ആ പെൺകുട്ടി. പിന്നീട് അവൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും സാധാരണ ഒരു പെൺകുട്ടിയിൽ നിന്നും വിഭിന്നമായിട്ടായിരുന്നു. പിറ്റേന്നാൾ ആത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു മനസ്സ് അവൾക്കുണ്ടായിരുന്നു. കാരണം ഒരു വോളിബോൾ പ്ലെയറിന് ഏറ്റവും ആവശ്യമായി വേണ്ട കാൽ തനിക്ക് നഷ്ടമായി കഴിഞ്ഞു. ലോകം തന്നെ തിരിച്ചറിഞ്ഞിരുന്ന തൻ്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന, തൻ്റെ ഊർജ്ജമായിരുന്ന കാലില്ലാതെ താൻ എങ്ങനെയാണ് ഈ ലോകത്തെ അഭിമുഖീകരിക്കുക എന്നുള്ള സങ്കടവും ദേഷ്യവും വിഷമവും ഒക്കെ അവളെ ബാധിച്ചു. എന്നാൽ അതേ സമയത്ത് അവളൊരു വാർത്ത കേൾക്കുവാനിടയുണ്ടായി. ക്യാൻസറിനെ അതിജീവിച്ച് വന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ യുവരാജ് സിംഗ് ഒരു ഓവറിൽ 6 പന്തിനെയും അടിച്ചു പറത്തി സിക്സറാക്കിയ കഥ. ആ കഥയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് അത്രത്തോളം സാധിക്കുമെങ്കിൽ, മരണത്തിൻ്റെ വക്കിൽ നിന്നും തിരിച്ചു വരുവാൻ യുവരാജിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ, എന്തുകൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല, എന്തുകൊണ്ട് എനിക്ക് തിരിച്ചു വന്നുകൂടാ എന്നുള്ളൊരു ചിന്ത അവളെ വല്ലാതെ അങ്ങ് ആക്രമിച്ചു. ആ ചിന്തയിൽ നിന്നും പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ലോകത്തിലെ 2ാമത്തെ ആംപ്യൂട്ടി വനിതയായും, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ആംപ്യൂട്ടി എവറസ്റ്റ് കീഴടക്കിയ വനിതയായും അവൾ മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതുപോലുള്ള താഴ്ചകളുണ്ടാകാം, അടിച്ചമർത്തലുകളുണ്ടാകാം. ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിക്കുന്ന നിമിഷങ്ങളെപ്പറ്റി പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ചെറിയ പ്രത്യാശ, ഒരു ചെറിയ ഹോപ്പ്, ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ നിന്നും അടിച്ചു കയറി വരുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ അരുണിമ സിൻഹയെ പോലെ, യുവരാജ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ആ ഒരു ക്രിക്കറ്റ് കളിക്കാരനെ പോലെ, അതുപോലെ ജീവിതത്തെ വിജയത്തിലൂടെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്തിച്ചേർന്ന ഒരുപാട്
പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ നമുക്കും മുന്നോട്ട് നീങ്ങാം. യേശുക്രിസ്തു നമ്മളോട് ഇത് തന്നെയാണ് പറയാതെ പറഞ്ഞത്. ഈശോയും നമ്മളോട് ഇത് തന്നെയാണ് അരുളി ചെയ്തത്. അന്ധകാരത്തിന്റെ നടുക്ക് ചെറിയൊരു പ്രകാശമാകുക. ആ പ്രകാശം ലോകത്തിന് മുഴുവൻ വലിയൊരു വിളക്കായി മാറുന്ന ഒരു കാലം നമ്മളെയും കാത്തിരിപ്പുണ്ട്, എന്നെയും നിന്നെയും ഒക്കെ കാത്തിരിപ്പുണ്ട്. നമുക്ക് ആ ഒരു കാത്തിരിപ്പിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങാം. വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.